മണി 11:30. സ്റ്റാഫിലെത്തിയില്ലേ? ചിലർ ലീവാണ് സർ. തഹസിൽദാർ വന്നിട്ടില്ലേ? ട്രാൻസ്ഫർ ആയി. പുതിയ തഹസിൽദാർ ചാർജ് എടുത്തിട്ടില്ല. അറ്റൻഡൻസ് രജിസ്റ്ററോടെ ഇതാ. രാധാകൃഷ്ണൻ? ഞാനാ സർ. ശാന്ത? അതാണ് സർ. ചന്ദ്രപ്പൻ? പീറ്റർ? വന്നില്ല സർ. കൃഷ്ണൻകുട്ടി? അതാ. റോസമ്മ, മുഹമ്മദ്, രവീന്ദ്രൻ, ആന്റണി. മൊത്തം 5 പേര് വന്നിട്ടുണ്ട്. ഇതിൽ 9 പേരും പ്രസന്റ് ആണല്ലോ. വരാത്തവരെ എന്തിനാ പ്രസന്റ് മാർക്കിയിരിക്കുന്നത്? സർ, അതവര് ചായ കുടിക്കാൻ പോയതാ. എവിടെ? ക്യാൻറ്റീനിൽ. എവിടെയാ ക്യാൻറ്റീൻ? അവര് വന്നിട്ടില്ല സർ. നോട്ട് എവറിത്തിങ്. യെസ് സർ. ടേക്ക് സ്റ്റേൺ ആക്ഷൻ. ശരി സർ. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ശരി സാർ. അത് നമ്മുടെ പീറ്റർ എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ കീഴിലുള്ള. ഓഹോ. സസ്പെൻഡ് ഹിം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. ശരി സർ. സാർ, എടോ കഴുത്തുമുട്ടം, തന്നോട് ഞാൻ പറഞ്ഞതല്ല ആ പീറ്ററിന്റെ കാര്യത്തിന് CM-നെ കാണാൻ പോണ്ടാന്ന്. ഇപ്പോൾ എന്തായി? പള്ളടച്ച് കിട്ടിയപ്പോ മതിയായില്ലേ? പീറ്റർ പാർട്ടി പ്രവർത്തകനാ, അസോസിയേഷന്റെ സെക്രട്ടറി. അയാൾ വന്ന് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായില്ലേ? ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യത്തിന് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാനും കാണിച്ചു കൊടുക്കാം. എന്റെ നാക്കൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. സാർ, ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഒന്നും വേണ്ട. കാണാം മോനെ, എനിക്കൊരു മീഡിയം ചായ വേണം. ശരി സാർ. താനാ പാർട്ടി ഓഫീസിലേക്കൊന്ന് വിളിച്ചേ. ഇനിയും കഴിഞ്ഞില്ല ഒരു മുട്ടിഞ്ഞ എക്സിക്യൂട്ടീവ്. എത്ര വിളിച്ച് കിട്ടണ്ടേ? എപ്പോ നോക്കിയാലും എൻഗേജ്ഡ് ഒടുക്കത്തെ എൻഗേജ്ഡ്. ഇതാ ഇപ്പോഴും എൻഗേജ്ഡ്. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആരും ശല്യപ്പെടുത്താതിരിക്കാൻ. പടച്ച തമ്പുരാനെ, വെള്ളം കൂടി മാണ്ടേ? ഇക്കണക്കിന് വേഗം പോയി കിട്ടും. KGR കൂടെ എത്ര MLA-മാരുണ്ട്? 50 ആള് കാണും. പിന്നെ നമ്മളെ കൂടെ ഒരു 15 പേര്. പിന്നെ ഒന്നിലും പെടാത്ത ഒരു 10-15 പേര് അവിടെ കാണും. റാസ്കൽസ്. ഇവനൊക്കെ ജയിച്ച് കരകയറാൻ ലക്ഷക്കണക്കിന് രൂപ എണ്ണി കൊടുത്തത് ഞാനാ. താനോ? തനിക്ക് എവിടെന്ന്? തന്റെ തറവാട്ട് സ്വത്തോ അതോ അമ്മായി അപ്പന്റെ സ്ത്രീധനോ? ഇതാ ഇവരൊക്കെ തന്നെ താൻ വീതിച്ചു കൊടുത്തു. അതിന് നല്ലൊരു വെട്ട് താൻ പറ്റിയില്ലേ? തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞത് ശരിയല്ലേ? ചിക്കമംഗളൂർ, മൈസൂരൊക്കെ പിന്നെ എസ്റ്റേറ്റ് എടുക്കാൻ എവിടെ പൈസറ്റേ? ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം? ഓ, ഇപ്പൊ തനിക്കൊന്ന് സൂചിച്ചു KGR-നെ അല്ലേ? സുഖിച്ചിട്ടൊന്നല്ല, നമ്മള് മാത്രമാവുമ്പോഴെങ്കിലും ഒന്ന് സത്യം പറഞ്ഞൂടെ? പാർട്ടി എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിച്ചു? എന്താന്ന് വെച്ചാ ഒന്ന് പറയടോ. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാർ. പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ. ഹോം, ധനകാര്യം, ഭക്ഷ്യം, റവന്യൂ, പൊതുഭരണം. കൃഷ്ണമാരാർ വാണിജ്യം, അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റിയും, കൃഷ്ണകുമാരി വിദ്യാഭ്യാസം, KT ജോസഫ് സാമൂഹ്യ വികസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. 6ാമത്തെ മന്ത്രി 2 പേരുണ്ട് ചോയ്സ്. കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ. ഏതൊക്കെയാ വകുപ്പുകള്? കലാ സാംസ്കാരികവും സ്പോർട്സും. അവന്റെ അമ്മയുടെ നായരെടുക്കുവാ വകുപ്പ്. 5-8 കൊല്ലം മന്ത്രിയായിരുന്നതിന്റെ തടുപ്പ് എന്റെ ആശ്രമത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഓർമ്മ മതി ജീവിക്കാൻ. ബാക്കിയുള്ള വകുപ്പുകളോ? 3 മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും. തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഇതൊക്കെ കൈമൾ സാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത്? എക്സിക്യൂട്ടീവിൽ 9 പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി 3 പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ. കൈമൾ സാറിന് ഒന്നും പറയാനില്ലേ? ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. 1 മാസത്തിനകം പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടും. അബദ്ധം കാണിക്കരുത്. ഇന്നലെ കണ്ട KGR അല്ല ഇന്ന്. അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം. കഴുത്തുമുട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അയാളത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു. കഴുത്തുമുട്ടത്തെ യാതൊരു ആവശ്യമില്ലാത്ത പോലെ. അവന്റെ പോക്ക് കാണുമ്പോൾ
ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ അയാളായിരുന്നു. അവന്റെ തീപ്പൊരി പ്രസംഗം, ശൈലി ജനങ്ങൾക്കതൊരു ഹരമാണ്. യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെക്കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആവശ്യത്തിൽ കവിഞ്ഞുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ പോകുന്നു. ഞാനും ഉണ്ട്. മദ്യനയത്തിൽ വല്ല തീരുമാനം ഉണ്ടായോ?